പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഉൾച്ചൂട് കേരളത്തിലെ അടുക്കളകളിലേക്കും എത്തിയിരിക്കുകയാണ്. എങ്ങനെ ഇതിനെ മറികടക്കും എന്ന കാര്യമാണ് ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ന്യൂസ് ആംഗിളിൽ ഈ വിഷയത്തിൽ വിശകലനവുമായി നമുക്കിപ്പം സരീഷ് പി കെ ചേരുന്നുണ്ട്. സരീഷ്, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പം ഈ ശരത്ലാലും ഇതിന്റെ കാര്യങ്ങൾ തന്നെ ഇപ്പം നിലവിലെ ഇതിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് പ്രേക്ഷകരോട് പറയുകയായിരുന്നു ശരത്ലാൽ ഡൽഹിയിൽ നിന്നും. ഈ യുദ്ധം തീരുന്നത് വരെ എന്ന് തീരുമെന്ന കാര്യത്തിൽ ഈ ഒരു രാജ്യം, അതായത് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾക്കൊന്നും തന്നെ ഒരു തീരുമാനമില്ല. ഇറാൻ അവരുടെ നിലപാടിൽ തുടരുന്നു, അമേരിക്കയും ഇസ്രായേലും മറുവശത്ത് കടുത്ത നിലപാടിൽ തുടരുന്നുണ്ട്. ഇതിനൊക്കെയും പുറമെയാണ് മറ്റ് രാജ്യങ്ങൾ ഈ യുദ്ധത്തിലേക്ക് അണിചേരുന്നു എന്നുള്ളത്. ഇപ്പം യുക്രൈന്റെ ഭാഗത്ത് നിന്ന് പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കി പറയുന്നുണ്ടായിരുന്നു GCC രാജ്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അവിടുന്ന് കുറച്ച് പട്ടാളക്കാർ വരാൻ പോവുകയാണെന്ന്. അതേപോലെ ഉത്തര കൊറിയ യുദ്ധത്തിൽ ഇറാന് പൂർണ്ണമായ പിന്തുണ അറിയിച്ചിട്ടുണ്ട്, ചൈന പൂർണ്ണമായ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേനും ഈ റഷ്യ യുക്രൈൻ വാറൊക്കെ നടക്കുന്ന പോലെ രണ്ട് പക്ഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണകളൊക്കെ പ്രഖ്യാപിച്ച് ഈ യുദ്ധം അത് ഉടൻ അവസാനിക്കുമെന്ന് കരുതി, പക്ഷെ അത് ഒരു ലോങ് ടേമിലേക്ക് നീളുകയാണോ എന്നൊരു ആശങ്ക ആഗോളതലത്തിലുണ്ട്. ലോകം അതിനെ വളരെ ആശങ്കയോടെ നോക്കിക്കാണുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഇന്ത്യയിൽ ഈ പറഞ്ഞതുപോലെ ഈ പാചകവാതകത്തിന് ഇത്രയും പ്രതിസന്ധി വരുന്നതും വില കൂടുന്നതും ഒക്കെയും നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ ഹോട്ടൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരിതമാണ് വച്ചിരിക്കുന്നത്. അപ്പം ഇതിന് ഉടനെങ്ങാനും വലിയൊരു പരിഹാരം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ സരീഷേ? നമുക്ക് എങ്ങനെ ഇതിനെ വിശകലനം ചെയ്യാം? പശ്ചിമേഷ്യൻ യുദ്ധം നമ്മളെ എങ്ങനെ ബാധിക്കും, സാധാരണക്കാരനെ എങ്ങനെ ബാധിക്കും എന്നുള്ളതായിരുന്നു ആദ്യഘട്ടങ്ങളിൽ ഉയർന്ന ചോദ്യം. പക്ഷേ അത് 10 ദിവസം പിന്നിടുമ്പോഴേക്കും യഥാർത്ഥത്തിൽ ഓരോ പൗരനെയും നേരിട്ട് ബാധിക്കാൻ പോവുകയാണ്. ഇന്ത്യയിലെയും കേരളത്തിലെയും ഉൾപ്പെടെയുള്ള ആളുകളെ നേരിട്ട് ബാധിക്കാൻ പോവുകയാണ് എന്നതിൻ്റെ ആദ്യപടി മാത്രമാണ് ഈ ഗ്യാസ് ഉൾപ്പെടെയുള്ളവയുടെ ക്ഷാമം നമ്മൾ നേരിട്ട് അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. നിലവിൽ ഗാർഹിക ഉപഭോക്താക്കൾക്ക് വലിയ രീതിയിൽ പ്രശ്നമില്ലെങ്കിലും ഹോട്ടൽ കാറ്ററിംഗ് ഉൾപ്പെടെയുള്ളവർക്ക് വലിയ രീതിയിൽ ഇതിനോടകം തന്നെ ബാധിച്ചു കഴിഞ്ഞു. അത് ചെന്നൈയിലും ഒപ്പം തന്നെ ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ഏതാണ്ട് 3000-ലേറെ ഹോട്ടലുകൾ ഇതിനോടകം തന്നെ അടച്ചു പൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനും ഒപ്പം തന്നെ മറ്റ് അനുബന്ധ സംഘടനകളും ഒക്കെ നൽകുന്ന കണക്ക്. നിലവിലെ സാഹചര്യത്തിൽ ഡൽഹി, ബാംഗ്ലൂർ, ചെന്നൈ ഉൾപ്പെടെയുള്ള മെട്രോ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ ഹോട്ടലുകൾ അടച്ചു പൂട്ടേണ്ടി വരും എന്നുകൂടി അവർ പറയുന്നു. അതിന് കൃത്യമായി പറയുന്നത്, ഒന്ന്, സിലിണ്ടറുകൾ കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, കൂടുതൽ സമയം റെസ്റ്റോറൻറ്റുകൾ പ്രവർത്തിക്കേണ്ടി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പെരുന്നാൾ നോമ്പ് കാലഘട്ടമാണ്. ആ നോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത് പകൽ സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്ന അതേ സമയം തന്നെ രാത്രി കൂടുതലായി ഏതാണ്ട് പുലർച്ചെ വരെ കൂടുതൽ സാധാരണ ഹോട്ടലുകൾ പോലും കൂടുതൽ സമയം പ്രവർത്തിക്കേണ്ടി വരികയും കൂടുതൽ വിഭവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ ഈ LPGയുടെ ലഭ്യത കുറയുന്നതിനനുസരിച്ച് അത്തരത്തിലുള്ള മെനുകളിൽ ക്രമീകരണം നിലവിൽ ഇതിനോടകം തന്നെ അവർ വരുത്തിയിട്ടുണ്ട്. കൂടുതൽ വിഭവങ്ങൾ ഉണ്ടാക്കുന്നില്ല, നിലവിൽ നിയന്ത്രിതമായ വിഭവങ്ങൾ മാത്രമാണ് അവർ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ അപ്പോഴും വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത് 5 സിലിണ്ടറുകൾ കൂടുതൽ കൈവശം വയ്ക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം വരുന്നു. അതോടൊപ്പം തന്നെ ഈ കൂടുതൽ സിലിണ്ടറുകൾ ഒരുമിച്ച് വാങ്ങരുത് എന്നൊരു നിർദ്ദേശം കൂടി വരുന്നു. കൃത്യമായി ലഭ്യത ഉറപ്പുവരുത്തും എന്നുള്ളതാണ് അവർ കേന്ദ്ര സർക്കാർ തന്നെ പറയുന്നത്. നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഷ്യമെന്ന് പറയുന്നത് ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. LPGയുടെയും അതോടൊപ്പം തന്നെ മറ്റ് ഗ്യാസുകളായാലും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ല, ചരക്ക് നീക്കത്തിന് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നുള്ളതാണ്. പക്ഷേ എന്തടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത് എന്നതാണ് സംശയമായി നിൽക്കുന്നത്. ഇന്നലെ കൃത്യമായി പെട്രോളിയം വകുപ്പ് ഒപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയവും ഒക്കെ യോഗം ചേരുകയും ഏത് തരത്തിലാണ്, ഏത് രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതലായി ഇന്ധനവും പെട്രോളിയം ഉൾപ്പെടെയുള്ള ഇന്ധനങ്ങൾ എത്തിക്കാനാവുക എന്നുള്ള ചർച്ചയൊക്കെ നടത്തിയിരുന്നു. അതിൽ റഷ്യയിൽ നിന്ന് കൂടുതൽ ഇന്ധനം എത്തിക്കാം, അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ ഉൾപ്പെടെയുള്ളവ എത്തിക്കാം എന്നുള്ളതായിരുന്നു ഇന്നലത്തെ ചർച്ചയിലുള്ള തീരുമാനം. കാരണം ഹോർമസ് കടലിടുക്ക് ഇതിനോടകം തന്നെ അടച്ചു കഴിഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ, ശരത്ത് പറഞ്ഞതുപോലെ, ആ കടലിടുക്ക് വഴിയാണ്, ചെങ്കടൽ കടലിടുക്ക് വഴിയാണ് ഏറ്റവും കൂടുതൽ ഇന്ധനം ഇന്ത്യയിലേക്ക് എത്തുന്നത്. ആ കടലിടുക്ക് അടച്ചതോടെ ഏതാണ്ട് 62 മുതൽ 72% ഇന്ധനം വരുന്നത് തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇനി എന്ത് എന്നുള്ള ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ആ കടലിടുക്ക് റഷ്യയിൽ നിന്ന് കൂടുതൽ ഈ ഇന്ധനം എത്തിക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് പോകുന്നത്. അതോടൊപ്പം തന്നെ ചില നിയന്ത്രണങ്ങൾ കൂടി ഇന്ത്യയിൽ കൊണ്ടുവരിക എന്നൊരു തീരുമാനമുണ്ട്. അത് നിലവിൽ നേരത്തെ 21 ദിവസത്തെ സിലിണ്ടർ, അതായത് ഒരു സിലിണ്ടർ ബുക്ക് ചെയ്താൽ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യണമെങ്കിൽ 21 ദിവസത്തെ കാലാവധിയായിരുന്നു പറഞ്ഞിരുന്നത്. അത് നീട്ടി 25 ദിവസം എന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റിഫൈനറികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന LPG ആഭ്യന്തര വിപണിയിൽ എത്തിക്കാൻ കൂടി
കേന്ദ്രം തീരുമാനമെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഗാർഹിക വാണിജ്യ സിലിണ്ടറുകളുടെ വില വർധനവിലൂടെ ഉപഭോക്താക്കളെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ ഉപഭോഗം നിയന്ത്രിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് പോകുന്നത്. അതോടൊപ്പം തന്നെ അവശ്യ സ്ഥാപന മേഖലകൾക്കൊഴികെ വാണിജ്യ